നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോങ് ടേം ഇൻവെസ്റ്റിംഗിനെ കുറിച്ചാണ്. കേൾക്കുമ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി മാത്രമാണെന്ന് തോന്നാം, അല്ലേ? പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല. ഇതൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റാണ്. ഒരു സ്പെക്കുലേറ്റർ, അതായത് ഒരു ഊഹക്കച്ചവടക്കാരന്റെ സ്ഥാനത്ത് നിന്ന് ഒരു ബിസിനസ് ഉടമയുടെ സ്ഥാനത്തേക്ക് നമ്മൾ മാറുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒന്നാണ്. നിങ്ങളൊരു ഇൻവെസ്റ്ററാണോ അതോ ഒരു സ്പെക്യുലേറ്ററാണോ? അതായത് നിങ്ങളൊരു നിക്ഷേപകനാണോ അതോ വെറും ഊഹക്കച്ചവടം നടത്തുന്ന ആളാണോ? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലുണ്ട് ശരിക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് യാത്രയുടെ ദിശ. ഇവര് തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്നറിയോ? ഒരു ഷോർട്ട് ടേം ട്രേഡർ എന്നും നോക്കുന്നത് സ്റ്റോക്കിന്റെ വിലയാണ്. ഇന്ന് കൂടിയോ കുറഞ്ഞോ ആ ചെറിയ മാറ്റങ്ങളിൽ നിന്ന് എങ്ങനെ ലാഭമുണ്ടാക്കാമെന്നാണ് അവരുടെ ചിന്ത. പക്ഷെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ അങ്ങനെയല്ല. അവർ നോക്കുന്നത് ആ സ്റ്റോക്കിന്റെ പിന്നിലുള്ള കമ്പനിയെയാണ്. ആ ബിസിനസ്സിന് എന്ത് മൂല്യമുണ്ട്, അതാണ് അവരുടെ ഫോക്കസ്. അപ്പോ എന്താണ് ഈ ദീർഘകാല നിക്ഷേപം? ഒരു ഉടമയുടെ ചിന്താഗതി എന്ന് പറയുന്നതിന്റെ അർത്ഥമെന്താ? നമുക്ക് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ ലോങ് ടേം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങി കുറേ കാലത്തേക്ക്, അതായത് വർഷങ്ങളോളം കയ്യിൽ വെക്കുന്ന ഒരു രീതിയാണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് ദിവസേനയുള്ള വിലയുടെ കയറ്റിറക്കങ്ങളെയല്ല, പകരം ആ കമ്പനിയുടെ അടിത്തറ എത്രത്തോളം ശക്തമാണ്, അതിന് ഭാവിയിൽ വളരാനുള്ള കഴിവുണ്ടോ എന്നൊക്കെയാണ്. നാളെ വില കൂടുമെന്ന പ്രതീക്ഷയിലല്ല, മറിച്ച് അടുത്ത 10 വർഷം കൊണ്ട് ഈ ബിസിനസ് എവിടെയെത്തും എന്ന വിശ്വാസത്തിലാണ് നമ്മൾ പണം മുടക്കുന്നത്. നമ്മളൊരു ഷെയർ വാങ്ങുമ്പോൾ നമ്മുടെ ഫോണിലെ സ്ക്രീനിൽ ഒരു നമ്പർ മാറുന്നത് കാണും, അല്ലേ? പക്ഷെ ആ ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അത് ആ കമ്പനിയിലെ നിങ്ങളുടെ ഉടമസ്ഥാവകാശമാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഒരു ഷെയർ വാങ്ങുന്നതിലൂടെ നിങ്ങൾ ആ വലിയ ബിസിനസിന്റെ ഒരു കുഞ്ഞു ഭാഗത്തിന്റെ ഓണറാവുകയാണ്. വെറുമൊരു സ്പെക്കുലേറ്റർ അല്ല, ഒരു പാർട്ട് ഓണർ. അപ്പോ ഇങ്ങനെ ഒരു പാർട്ട്ണറാവുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? ഒന്നാമതായി, കമ്പനി ലാഭമുണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു പങ്ക് നിങ്ങൾക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ ഡിവിഡന്റ് എന്ന് പറയുന്നത്. പിന്നെ കമ്പനി വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഷെയറിന്റെ വിലയും കൂടും. അതായത് നിങ്ങളുടെ സമ്പത്തും വളരും. അതുമാത്രമല്ല, കമ്പനിയുടെ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു കമ്പനിയുടെ ഓണറെ പോലെ ചിന്തിക്കണം എന്ന് പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഒരു ഓണറെ പോലെ ആ കമ്പനിയെ വിലയിരുത്തുന്നത്? ഒരു നിക്ഷേപകൻ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻവെസ്റ്റേഴ്സ് ഒരു ബിസിനസ്സിന്റെ ശരിക്കുള്ള വില, അതായത് അതിന്റെ യഥാർത്ഥ മൂല്യം കണ്ടെത്താനായി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഫണ്ടമെന്റൽ അനാലിസിസ്. ഇതിപ്പോ ഒരു വീടിന്റെ കാര്യമെടുത്ത് നോക്കൂ. അതിന്റെ മാർക്കറ്റ് വില ചിലപ്പോൾ ദിവസവും മാറാം. പക്ഷെ ആ വീടിന്റെ ലൊക്കേഷൻ, സൗകര്യങ്ങൾ ഒക്കെ വെച്ച് അതിനൊരു യഥാർത്ഥ മൂല്യം ഉണ്ടാവും, അല്ലേ? അതുപോലെ തന്നെയാണ് ഒരു കമ്പനിയും. സ്റ്റോക്ക് മാർക്കറ്റിലെ വില എന്തുമാവട്ടെ, ആ ബിസിനസ്സിന് ഒരു യഥാർത്ഥ വിലയുണ്ട്. അത് കണ്ടെത്തലാണ് ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുന്നത്. ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് കേട്ട് പേടിക്കേണ്ട. വളരെ സിമ്പിളായി 3 സ്റ്റെപ്പുകളേ ഉള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പ്, ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കുക. അവരെന്ത് വിൽക്കുന്നു, എങ്ങനെയാണ് കാശുണ്ടാക്കുന്നതെന്നൊക്കെ. രണ്ടാമത്, മാനേജ്മെന്റിനെ പറ്റി പഠിക്കുക. ഈ കമ്പനി ഓടിക്കുന്ന ആൾക്കാർ മിടുക്കന്മാരാണോ, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണോ എന്നറിയണം. അവസാനം 3ാമത്തെ സ്റ്റെപ്പ്, അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളൊന്ന് വായിച്ചു നോക്കുക. കമ്പനിക്ക് ലാഭമുണ്ടോ, കടം ഒരുപാടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. അപ്പോ ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നോക്കൂ, ഫണ്ടമെന്റൽ അനാലിസിസ് ഉപയോഗിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ചോദിക്കുന്നത് ഏത് നല്ല കമ്പനിയാണ് ഞാൻ വാങ്ങേണ്ടത് എന്നാണ്. പക്ഷെ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിക്കുന്ന ഒരു ട്രേഡർ ചോദിക്കുന്നത് ഈ സ്റ്റോക്ക് വാങ്ങാൻ പറ്റിയ നല്ല ടൈം എപ്പോഴാണെന്നാണ്. ഒന്ന് എന്ത് വാങ്ങണമെന്ന് ചോദിക്കുമ്പോൾ മറ്റേത് എപ്പോൾ വാങ്ങണം എന്ന് ചോദിക്കുന്നു. ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം എന്ത് എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനം. ഇനി നമ്മൾ നല്ലൊരു കമ്പനി കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വെക്കുക. അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. കാരണം മാർക്കറ്റ് എപ്പോഴും മുകളിലേക്ക് മാത്രം പോകില്ലല്ലോ. ആ സമയത്ത് നമുക്ക് മാനസികമായി പിടിച്ചു നിൽക്കാനുള്ളൊരു കഴിവ് വേണം. അതാണ് ഇൻവെസ്റ്റിംഗിലെ സൈക്കോളജി. വിപണിയെ എങ്ങനെ നേരിടാം എന്ന് നോക്കാം. ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചോളൂ. വാർത്തകളെ പിന്തുടരരുത്, ബിസിനസിനെ പിന്തുടരുക. ദിവസവും ടിവിയിലും ഓൺലൈനിലൊക്കെ ഒരുപാട് വാർത്തകൾ വരും, മാർക്കറ്റ് ഇടിയും പൊളിയും എന്നൊക്കെ പറഞ്ഞ്. അതൊന്നും കേട്ട് പേടിച്ച് തീരുമാനങ്ങൾ എടുക്കരുത്. പകരം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയുടെ ബിസിനസ്സിന് എന്ത് സംഭവിക്കുന്നു എന്ന് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ, നമ്മുടെ പൈസയൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യണം? വിറ്റ് ഒഴിവാക്കണോ അതോ വെറുതെ നോക്കി നിൽക്കണോ? ഇവിടെയാണ് ഒരു യഥാർത്ഥ ഇൻവെസ്റ്ററുടെ മൈൻഡ് സെറ്റ് വരുന്നത്. മാർക്കറ്റ് ഇടിയുമ്പോൾ സാധാരണക്കാർ പേടിച്ച് വിൽക്കാൻ തുടങ്ങും. പക്ഷേ ഒരു നല്ല ഇൻവെസ്റ്റർ പരിഭ്രാന്തരാകില്ല. അവരതിനെ കാണുന്നത് ഒരു അവസരമായിട്ടാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു കമ്പനിയുടെ ഷെയറുകൾ വില കുറച്ചു വാങ്ങാനുള്ള ഒരു ഡിസ്കൗണ്ട് സെയിൽ പോലെ. കാരണം അവരുടെ വിശ്വാസം മാർക്കറ്റിന്റെ ഇമോഷൻസിലല്ല, അവർ പഠിച്ചു മനസ്സിലാക്കിയ ആ ബിസിനസ്സിലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയാലോ? നിങ്ങളുടെ നിക്ഷേപ തന്ത്രം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് നോക്കാം. ഈ ടേബിൾ നോക്കിയാൽ മതി, ആ വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാവും. ഒരു ലോങ് ടേം ഇൻവെസ്റ്ററുടെ ലക്ഷ്യമെന്താ? പതുക്കെ സമ്പത്തുണ്ടാക്കുക. ഒരു ഷോർട്ട് ടേം ട്രേഡറുടേതോ പെട്ടെന്ന് ലാഭമുണ്ടാക്കുക. സമയപരിധി നോക്കൂ, ഇൻവെസ്റ്റർ വർഷങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്. ട്രേഡർക്ക് ദിവസങ്ങളും ആഴ്ചകളും മതി. രീതിയോ, ഇൻവെസ്റ്റർ കമ്പനിയെ പഠിക്കും, അതായത്
ഫണ്ടമെന്റൽ അനാലിസിസ്. ട്രേഡർ പ്രൈസ് ചാർട്ടുകൾ നോക്കും. ടെക്നിക്കൽ അനാലിസിസ്. ഇനി ഏറ്റവും പ്രധാനം, മാർക്കറ്റ് ഇടിയുമ്പോൾ ഇൻവെസ്റ്റർ അത് വാങ്ങാനുള്ള അവസരമായി കാണും. ട്രേഡറോ പേടിച്ച് വിറ്റൊഴിവാക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ രണ്ട് വഴികളും എത്ര വ്യത്യസ്തമാണെന്ന്? അപ്പോ ഒരു ട്രേഡറുടെ ഷൂസിൽ നിന്ന് മാറി ഒരു ബിസിനസ് ഓണറുടെ ഷൂസിലേക്ക് കയറി നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒരു യഥാർത്ഥ ഇൻവെസ്റ്ററെ പോലെ ചിന്തിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ആദ്യത്തെ ദീർഘകാല നിക്ഷേപം ഏത് കമ്പനിയിലായിരിക്കും? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ, പഠിക്കാൻ തുടങ്ങൂ. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് യാത്രയ്ക്ക് എല്ലാ ആശംസകളും.